ഹായ് മക്കളെ, 9th കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ സ്ട്രക്ചർ ഓഫ് ആറ്റം, ആറ്റത്തിൻ്റെ ഘടന, അതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് പറയാൻ പോകുന്നത്. ആ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ഓർത്ത് നോക്കാം. നമ്മൾ ആദ്യം പഠിച്ചത് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്, അതായത് കാഥോഡ് റേ എക്സ്പെരിമെൻറ്റ് പഠിച്ചിരുന്നു. പിന്നെ ജെ തോംസൻ്റെ പ്ലം പുഡിംഗ് മോഡലും റൂദർഫോർഡിൻ്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റും പഠിച്ചിരുന്നു. അതുകൂടാതെ ബോർ മോഡൽ ഓഫ് ആറ്റം, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിച്ചത്. ഓക്കെ, അതനുസരിച്ച് ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എന്താണെന്നുള്ളത് നമ്മൾ ചെറിയൊരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഇതാ വരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതാ വരുന്നു നമ്മുടെ കാഥോഡ് റേ എക്സ്പെരിമെൻറ്റുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഫസ്റ്റ് വരുന്നത്. സം ഒബ്സർവേഷൻസ് റിലേറ്റഡ് ടു എക്സ്പെരിമെൻറ്റ്സ് ഓൺ കാഥോഡ് റേസ് ആർ ഗിവൺ. റൈറ്റ് ദ ഇൻഫറൻസ് ബേസ്ഡ് ഓൺ ഈച്ച് ഒബ്സർവേഷൻ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കാഥോഡ് റേ എക്സ്പെരിമെൻറ്റുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒബ്സർവേഷൻസ് ആണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിലെ ഫസ്റ്റ് വൺ ഇതാണ്. എ പാഡിൽ വീൽ പ്ലേസ്ഡ് ഇൻ ദ പാത്ത് ഓഫ് കാഥോഡ് റേസ് റൊട്ടേറ്റ്സ്. അതായത് കാഥോഡ് റേ വരുന്ന വഴിയിൽ ഒരു ചക്രം വെച്ചപ്പോൾ ആ ചക്രം കറങ്ങി. അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ. എന്താണ്? ആ വീല് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു ഫോഴ്സ് വേണം. ആ ഫോഴ്സ് ആരാണ് കൊടുത്തത്? ആ വരുന്ന റേ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ് എന്ത്? നമ്മുടെ കാഥോഡ് റേസിന് എന്തുണ്ട്? മാസ് ഉണ്ടെന്ന് അർത്ഥം. ഓക്കെ, വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ കാഥോഡ് റേസ് ഹാവ് മാസ്. അതായത് കാഥോഡ് രശ്മികളിലെ കണങ്ങൾക്ക് മാസ് ഉണ്ടെന്ന് മനസ്സിലായി. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നെക്സ്റ്റ് വരുന്ന നമ്മുടെ ഇൻഫറൻസ് ആണ്, ഒബ്സർവേഷൻ ആണ്. എ ഷാഡോ ഈസ് ഫോംഡ് ഇഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ പാത്ത് ഓഫ് കാഥോഡ് റേസ്. അതായത് കാഥോഡ് രശ്മികളുടെ പാതയിൽ ഒരു വസ്തു വെച്ചാൽ നിഴൽ ഉണ്ടാകുന്നു. എന്താണ് റീസൺ? ഇതാ കാരണം ഇത്രയേ ഉള്ളൂ. കാഥോഡ് റേസ് സ്ട്രൈറ്റ് ലൈനായിട്ട് ട്രാവൽ ചെയ്യുന്ന റേസ് ആണ്, അതായത് നേർരേഖയിലൂടെ സഞ്ചരിക്കുന്നു. ഇതാണ് അതിൻ്റെ ഇൻഫറൻസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതാ ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? ആ എക്സ്പെരിമെൻറ്റിൽ അടിയിലും മുകളിലായിട്ട് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. അപ്പോൾ എന്താ സംഭവിച്ചത്? കാഥോഡ് റേസ് പോസിറ്റീവ് സൈഡിലേക്ക് ഡീവിയേറ്റ് ചെയ്തു. അതാണ് ഒരു ഒബ്സർവേഷൻ ഉണ്ടാവും. വെൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് അപ്ലൈഡ് പെർപെൻഡിക്കുലർ ടു ദ പാത്ത് ഓഫ് കാഥോഡ് റേസ്, ദ റേസ് ഡിഫ്ലക്റ്റഡ് ടുവേഴ്സ് ദ പോസിറ്റീവ് പ്ലേറ്റ്. എന്താണ് കാരണം? എല്ലാവർക്കും ആൻസർ അറിയാലോ. എന്തുകൊണ്ടായിരിക്കാം? കാരണം പ്ലസും മൈനസും തമ്മിലാണ് അട്രാക്ട് ചെയ്യുക അല്ലേ. അപ്പോൾ കാഥോഡ് റേസിന് എന്ത് ചാർജാണുള്ളത്? നെഗറ്റീവ് ചാർജ് ആണുള്ളത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇതാ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മുടെ റൂദർഫോർഡിൻ്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. സം ഓഫ് ദ ഒബ്സർവേഷൻസ് ഓഫ് റൂദർഫോർഡ്സ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് ആർ ഗിവൻ. റൈറ്റ് ദ അസംഷൻസ് അറൈവ്ഡ് ഫ്രം ദോസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഒബ്സർവേഷൻസ് തരും, അതിൻ്റെ ബേസിൽ എന്താണ് അതിൻ്റെ ഇൻഫറൻസ് നമ്മൾ പറയണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇതാണ് വരുന്നത്. മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ അൺഡിഫ്ലക്റ്റഡ്. അപ്പോൾ എന്താണ് എക്സ്പെരിമെൻ്റ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കണം കേട്ടോ. അദ്ദേഹം ചെയ്ത കാര്യം ഇതാണ്. നമ്മുടെ ഗോൾഡിൻ്റെ ഒരു തിന്നായിട്ടുള്ള ഒരു ഷീറ്റ് എടുത്തിട്ട് അതിലേക്ക് ആൽഫ പാർട്ടിക്കിൾസിനെ കടത്തി വിട്ടു. ഈ ആൽഫ പാർട്ടിക്കിളിൻ്റെ പ്രത്യേകത അത് പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസാണ്. അപ്പോൾ ആ കടന്നുപോയ സമയത്ത് ഉണ്ടായ കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഫസ്റ്റ് വൺ ആണെന്ത്? മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ അൺഡിഫ്ലക്റ്റഡ്. വ്യതിയാനമില്ലാതെ കടന്നുപോയി. എന്തുകൊണ്ടായിരിക്കാം? അതിൻ്റെ ആൻസർ വളരെ സിമ്പിളാണ് കേട്ടോ. മോസ്റ്റ് പാർട്ട് ഓഫ് ദ ആറ്റം വാസ് എംപ്റ്റി. എന്താണ്? ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും ശൂന്യമാണ്. അതുകൊണ്ടാണ് ഡിഫ്ലക്ഷൻ ഇല്ലാതെ നമ്മുടെ ആൽഫ പാർട്ടിക്കിൾസ് കടന്നുപോയത്. ഇതാണ് ഫസ്റ്റ് അദ്ദേഹത്തിന് കിട്ടിയ കാര്യം. ഓക്കെ, ദെൻ രണ്ടാമത്തെ ഒബ്സർവേഷൻ ആയിരുന്നു സം ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് വേർ ഡിഫ്ലക്റ്റഡ് ബൈ എ സ്മോൾ ആംഗിൾ. ചില ആൽഫ കണങ്ങൾ ചെറിയ കോണളവിൽ വ്യതിചലിച്ചു സഞ്ചരിച്ചു. എന്തുകൊണ്ടായിരിക്കാം? കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ഈ ആൽഫ പാർട്ടിക്കിൾ പോസിറ്റീവ് ആണ്. ഇങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹം ഡീവിയേറ്റ് ചെയ്ത് പോകണമെങ്കിൽ എന്തായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക? അതായത് ഇവിടെ വേറെ ഒരു പോസിറ്റീവ് ഉണ്ടായിരിക്കണം അല്ലേ. രണ്ട് പോസിറ്റീവ് നേരെ വരുന്ന സമയത്താണ് സംഭവിക്കുന്നത്? റിപ്പൽഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെയും സംഭവിച്ചത് തന്നെയാണ്. നമ്മുടെ
ആൽഫ പാർട്ടിക്കിൾസ് ഡിഫ്ലക്ട് ചെയ്യാനുള്ള കാരണം നോക്കിയേ, ബൈ some of the alpha particles got deflected by a small angle due to the repulsion caused when they passed by the positively charged region inside the atom. അതായത് നമ്മുടെ പോസിറ്റീവ് ചാർജുള്ള ആൽഫ പാർട്ടിക്കിൾ ഡിഫ്ലക്ഷൻ വരാനുള്ള കാരണം എന്താണ്? അത് ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള ഒരു പോസിറ്റീവ് ചാർജുള്ള ആളുടെ അടുത്ത് വന്നപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കാനുണ്ടോ. ദെൻ ഇത് നെക്സ്റ്റ് ഒബ്സർവേഷനാണ് വരുന്നത്. A very few number of alpha particles bounced back. വളരെ കുറച്ച് ആൽഫ കണങ്ങൾ മാത്രം തിരിച്ചു വന്നു. അതിനുള്ള റീസൺ ഇത്രയേ ഉള്ളൂ. നേരെ ഇങ്ങനെ വരുന്നുണ്ട്, അയാൾ എന്ത് ചെയ്തു? ബൗൺസ്ഡ് ബാക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ വന്ന് തട്ടിയിട്ട് തിരിച്ചിങ്ങോട്ട് പോയി, ഇങ്ങനെ വന്ന് തട്ടിയിട്ട് തിരിച്ചു പോയി. അതിനുള്ള കാരണം ഈ വരുന്ന പോസിറ്റീവ് ചാർജുള്ള ആൽഫ പാർട്ടിക്കിൾസ് നേരെ വന്നിട്ട് ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള ഒരു പോസിറ്റീവ് ചാർജുള്ള ഭാഗത്ത് വന്ന് ഹിറ്റ് ചെയ്യുമ്പോഴാണ് സംഭവിക്കുന്നത്, റീട്രേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ വരുന്നത്. ദ എൻറ്റയർ പോസിറ്റീവ് ചാർജ് ഓഫ് ആൻ ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ എ വെരി സ്മോൾ വോളിയം അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ആറ്റം. ദ ആൽഫ പാർട്ടിക്കിൾസ് വിച്ച് ബൗൺസ്ഡ് ബാക്ക് വേർ ദോസ് ദാറ്റ് വേർ ഡയറക്റ്റഡ് ടു ദിസ് സെൻറ്റർ. ഓക്കെ, അതായത് ആൽഫ പാർട്ടിക്കിൾസ് നേരെ വന്നിട്ട് ആ പോസിറ്റീവ് ചാർജ് ഉള്ള ഭാഗത്ത് വന്ന് ഹിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് നേരെ വരുന്ന ആൾക്കാരാണ് എന്ത് സംഭവിക്കുന്നത്? റീട്രേസ് ചെയ്ത് പോയത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം ഇത്രയേ ഉള്ളൂ. ആറ്റത്തിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് ചാർജുള്ള ഒരു ഭാഗമുണ്ട്, അതിൻ്റെ ഭാഗം, ആ പോസിറ്റീവ് ചാർജുള്ള ഭാഗത്തിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റത്തിൻ്റെ വലുപ്പത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണ്. അദ്ദേഹം അല്ലെങ്കിൽ നമ്മുടെ റൂദർഫോർഡ് അതിനെ വിളിച്ച പേരാണെന്ത്? ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The atomic number of an atom is 16 and mass number is 32. ഓക്കെ, നമ്മുടെ ആറ്റത്തിൻ്റെ കേസിൽ ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മുടെ എക്സ് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് ആറ്റത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ എ എന്നെഴുതും, അടിയിൽ സെഡ് വരും. അതായത് ABCD ഒന്ന് ആലോചിച്ചാൽ മതി, A to Z. ഓക്കെ, ഇതിൽ എ എന്ന സംഭവം ഉദ്ദേശിക്കുന്നത് മാസ് നമ്പറാണ്. ആറ്റത്തിൻ്റെ മാസ് നമ്പറിനെയാണ് എ എന്ന് പറയുന്നത്. അതേസമയം സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റോമിക് നമ്പർ, അതായത് ആറ്റോമിക് സംഖ്യ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ കാര്യം കൃത്യമായിട്ട് ഓർമ്മ വേണം. എ എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് നമ്പറാണ്. സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റോമിക് നമ്പറാണ്. അപ്പോൾ എന്താണ് മാസ് നമ്പർ എന്ന് ചോദിച്ചാൽ എളുപ്പത്തിൽ പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മുടെ ആറ്റം ഇതാണെന്ന് കരുതാം. ആറ്റത്തിന് നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞത് ആറ്റത്തിന് ഒരു ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് എന്നുണ്ടെങ്കിൽ ആ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ രണ്ടാൾക്കാരുണ്ട്, ഒന്ന് ന്യൂട്രോണും രണ്ടാമത്തെ ആൾ പ്രോട്ടോണും. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ന്യൂട്രോണും പ്രോട്ടോണും ഉണ്ട്. ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നു? ഈ ന്യൂക്ലിയസ് ചുറ്റിലും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ആറ്റത്തിൻ്റെ ഏകദേശ സ്ട്രക്ചർ വരുന്നത്. ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ആരുണ്ട്? ന്യൂട്രോണും ഉണ്ട്, പ്രോട്ടോണും ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ചാർജുകൾ അറിയാം, എന്നാലും ഞാൻ പറഞ്ഞു തരാം. ന്യൂട്രോണിൻ്റെ കേസിൽ ചാർജ് ഇല്ല, ന്യൂട്രലാണ്. അതേസമയം പ്രോട്ടോണിൻ്റെ കേസിൽ അതിൻ്റെ ചാർജ് പോസിറ്റീവാണ് വരുന്നത്. ഇലക്ട്രോണിൻ്റെ കേസിൽ ചാർജ് നെഗറ്റീവാണ്. ഇതാണ് ഒരു ഏകദേശ ഐഡിയ. ഓക്കെ, നമ്മുടെ ആറ്റോമിക് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയലോഗുകൾ വെച്ചാൽ മതി. ശിവനും ശക്തിയും ചേർന്നാൽ മാസ് ഡാ. ശിവനും ശക്തി എന്ന് പറയുമ്പോൾ ആരെന്ന് പറയും? ഇവിടെ വേറെ ആരല്ല, നമ്മുടെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ന്യൂട്രോണും പ്രോട്ടോണും. അപ്പോൾ മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, N+P ആണ് ഉദ്ദേശിച്ചത്. അതായത് ന്യൂട്രോണും പ്രോട്ടോണും ചേരുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? മാസ് നമ്പർ വരുന്നത്. ഓക്കെ, അതേസമയം ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം, അതല്ലെങ്കിൽ പ്രോട്ടോണുകളുടെ എണ്ണം. കാരണം ഇത്രയേ ഉള്ളൂ, ഇലക്ട്രോണിൻ്റെ എണ്ണവും പ്രോട്ടോണിൻ്റെ എണ്ണവും തുല്യമായിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. മാസ് നമ്പർ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്? N+P. ഓക്കെ, ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാലോ പ്രോട്ടോണുകളുടെയോ അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെയോ എണ്ണം. കാരണം പ്രോട്ടോണിൻ്റെ എണ്ണവും ഇലക്ട്രോണിൻ്റെ എണ്ണവും ഒരാറ്റത്തിൻ്റെ ഉള്ളിൽ തുല്യമായിരിക്കും. ഓക്കെ, ഈ ഒരു കാര്യങ്ങൾ മനസ്സിലേക്ക് വേണം, എങ്കിൽ മാത്രമാണ് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയാൽ ദ ആറ്റോമിക് നമ്പർ ഓഫ് ആൻ ആറ്റം ഈസ് 16. ആറ്റം നമ്പർ റെപ്രസെൻ്റ് ചെയ്യുക Z അല്ലേ. Z ഈസ് ഈക്വൽ ടു 16. മാസ് നമ്പർ എന്താണ്? A ഇസ് ഈക്വൽ ടു 32. ഇതാണ് നമ്മുടെ ചോദ്യം വന്നിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിലെ ക്വസ്റ്റൻ ഒന്ന് നോക്കാം. ഹൗ മെനി ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആർ പ്രസൻറ്റ് ഇൻ ദിസ് ആറ്റം? അതായത് ഇതിൻ്റെ ഉള്ളിൽ
എത്ര പ്രോട്ടോൺ, എത്ര ന്യൂട്രോൺ, എത്ര ഇലക്ട്രോൺ ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ അർത്ഥം Z ആണ്. Z ഈക്വൽ ടു 60 എന്ന് പറഞ്ഞു അല്ലേ. ആറ്റം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ടും സെയിം ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി അല്ലേ. ഇലക്ട്രോൺ എത്ര ആയിരിക്കും വരാ? 16 ആയിരിക്കും വരാ. പ്രോട്ടോണോ 16 ആയിരിക്കും, കാരണം രണ്ടും സെയിം ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ, ന്യൂട്രോൺസിൻ്റെ എണ്ണം. അത് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട്. വേറെ ഒന്നുമല്ല, ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ n ആണെങ്കിൽ n ഇസ് ഈക്വൽ ടു a മൈനസ് z ആണ് വരിക. അതായത് നമ്മുടെ റെപ്രസെൻറ്റേഷൻ ഓഫ് എലമെൻറ്റ് ഇങ്ങനെയാണ്. എക്സ് ഇത് എയും z ആണെങ്കിൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇസ് ഈക്വൽ ടു a മൈനസ് z. മുകളിൽ നിന്ന് താഴെയുള്ള കുറയ്ക്കുക, a മൈനസ് z. ഓക്കെ, ഇതേ രീതിയിൽ വേണം ഈ പ്രോബ്ലം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് ആൻസർ വരുന്നത്. നമുക്കറിയാവുന്ന കേസത്തിലേ ഉള്ളൂ, പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും. സോ ആൻസർ ഈസ് 16. ദെൻ ന്യൂട്രോൺ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇസ് ഈക്വൽ ടു a മൈനസ് z, ദാറ്റ് ഈസ് 32 മൈനസ് 16. എന്ത് ആൻസർ വരും? 16 വരും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം എന്തായാലും നമ്മുടെ എക്സാമിന് ഉറപ്പാണ്. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ട ബി ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. സെയിം തന്നെയാണ് കേട്ടോ. ആറ്റം നമ്പർ 16 ആണ്, മാസ് നമ്പർ 32 ആണ്. അതിലെ ബി ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദിസ് ആറ്റം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണമെങ്കിൽ നമുക്ക് എന്തറിയണം? ആറ്റോമിക് നമ്പർ അറിയണം അല്ലേ. ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് ആറ്റം നമ്പർ അല്ലേ, 16 ആണ്. അപ്പോൾ എന്ത് വരും അതിൻ്റെ കോൺഫിഗറേഷൻ? എങ്ങനെയാണ് കോൺഫിഗറേഷൻ എന്ന് അറിയാലോ. നമുക്കറിയാം കെ ഷെല്ലുണ്ട്, എൽ ഷെല്ലുണ്ട്, എം ഉണ്ട്, എൻ ഉണ്ട്. ഇത്രയും ഷെല്ലുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. അതിൽ കെ എന്ന് പറയുന്ന ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം, എല്ലിൽ ഒക്യുപ്പൈ ചെയ്യുന്ന എണ്ണം, അത് കണ്ടുപിടിക്കാനൊരു ജനറൽ ഫോർമുല ഉണ്ടല്ലോ. എന്താണത്? 2n² എന്ന് പറയും അല്ലേ. 2n². ഇത് ഒരു എക്സ്ട്രാ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് കേട്ടോ, ശ്രദ്ധിച്ചിരിക്കുക. 2n² എന്ന് പറഞ്ഞാൽ ഈ എന്നിൻ്റെ വാല്യൂ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ വാല്യൂസാണ്, ഓർബിറ്റിൻ്റെ നമ്പേഴ്സാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്പർ 1 ആണ്, എൽ എന്ന് പറഞ്ഞാൽ നമ്പർ 2 ആണ്, എം എന്ന് പറഞ്ഞാൽ നമ്പർ 3 ആണ്, അതേപോലെ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ 4 ആണ്. സോ കെ എന്ന് പറയുന്ന ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 1² ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. അറ്റ് ദ സെയിം ടൈം എൽ ആണെങ്കിൽ 2 × n² എന്ന് പറയുമ്പോൾ 2² വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 8 എന്ന് കിട്ടും. ഓക്കെ, സിമിലാർലി എമ്മിൻ്റെ കേസിലാണെങ്കിൽ 2 × 3² ദാറ്റ് ഈസ് ഈക്വൽ ടു 18 എന്ന് കിട്ടും അല്ലേ, 18. ഇതേ രീതിയിലാണ് എന്ത് വരുന്നത്? ഇലക്ട്രോണുകളുടെ എണ്ണം വരാം, ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐഡിയ മനസ്സിൽ വേണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ എന്താണ് വേണ്ടതെന്ന് നോക്കിയാടാ, ആറ്റോമിക് നമ്പർ 16 ആണ് അല്ലേ. ദാറ്റ് മീൻ Z ഈക്വൽ ടു 16 വന്നിട്ടുണ്ട്. 16 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, അതാണ് ആറ്റോമിക് നമ്പർ. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ വരും? കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് വരും എന്ന് പറയും നമുക്ക്. ഈ 16 എണ്ണത്തിൽ 2 എണ്ണം എവിടെ പോയി? കെ ഷെല്ലിൽ പോവും. ഓക്കെ, പിന്നെ എല്ലിൽ പോവും. കെ ഷെല്ല് നിറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? എല്ലിലേക്ക് ഇലക്ട്രോൺസ് പോവുള്ളൂ. എല്ല് നിറഞ്ഞാൽ മാത്രമേ എങ്ങോട്ട് പോവുള്ളൂ? എമ്മിലേക്ക് പോവുള്ളൂ. ആ ഒരു ഓർഡർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. ഫസ്റ്റ് ഇലക്ട്രോൺസ് എങ്ങോട്ട് പോവുക? കെയിൽ പോവും, ദെൻ എല്ലിൽ പോവും, അതിനുശേഷം എമ്മിലേക്ക് പോവും. അപ്പോൾ കെയിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം 2 ആണ്. അപ്പോൾ എല്ലാത്ത എണ്ണം കൂടാ 8 എണ്ണം ഇല്ലേ, ആ 8 എണ്ണം എല്ലിലേക്ക് പോയിക്കോളും. ഓക്കെ, 8 എണ്ണം എടിക്ക് പോവും? എല്ലിലേക്ക് പോവും. ഇനി 8 + 2 10 കണ്ടോ? ഈ 2ഉം ഈ 8ഉം കൂട്ടുമ്പോൾ ഇത് കിട്ടിയ ഈ 2ഉം 8 കൂടും 10 കിട്ടിയില്ലേ? ബാക്കി എത്ര ഇലക്ട്രോൺസ് ഉള്ളൂ? 6 അല്ലേ ഉള്ളൂ. ആ 6 എങ്ങോട്ട് പോവും? എമ്മിൽ പോവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെ ഏതാണെന്ന് അറിയോ? ഇതേപോലെ വരും, 286 എന്ന് വരും. 286 കാരണം കെയിൽ 2 എണ്ണം, എല്ലിൽ 8 എണ്ണം, എമ്മിൽ 6 എണ്ണം. ഓക്കെ, ഇതേ രീതിയിലാണ് എന്ത് വരുന്നത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതേണ്ടത്. ഓക്കെ ആണോ? ദെൻ ഇതാ വരുന്നത് നെക്സ്റ്റ്, ഇതിൻ്റെ തന്നെ സി ക്വസ്റ്റ്യൻ, ദാറ്റ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പഠിക്കേണ്ടതാണ് എന്ത്? ബോർ മോഡൽ വരയ്ക്കാനായിട്ട്. അത് എളുപ്പമാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയാം. എങ്ങനെ വരുന്നത്? 286 എന്ന് വരുന്നത് അല്ലേ. അതിൻ്റെ അർത്ഥം കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ്, എം ഷെല്ലിൽ 6 ഇലക്ട്രോൺസ്. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഓക്കെ, അപ്പോൾ നമ്മൾ ബോർ മോഡൽ വരയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആദ്യം നമ്മൾ ന്യൂക്ലിയസ് വരയ്ക്കാം. ശരിക്കും ഇതിൽ ഈ ന്യൂക്ലിയസിനുള്ളിൽ ആരൊക്കെയുണ്ട്? ന്യൂട്രോണും പ്രോട്ടോണും ഉണ്ട് അല്ലേ. അതും കൂടി ഇതിൻ്റെ കൗണ്ടും കൂടി എഴുതണം കേട്ടോ. തൽക്കാലം ഞാനിപ്പോൾ പറയുമ്പോൾ അത് പറയുന്നില്ല. ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ് എന്ന് കരുതുക. ന്യൂക്ലിയസിൻ്റെ തൊട്ട് അടുത്തുള്ള ഷെല്ലാണെന്ത്? കെ ഷെൽ എന്ന് പറയുന്നത്, കെ ഷെൽ. ഓക്കെ, ഇവിടെ നമുക്കറിയാം കെയിലും എല്ലിലും എമ്മിലും മാത്രമേ എന്തുള്ളൂ? ഇലക്ട്രോൺസ് ഉള്ളൂ. കെയിലും എല്ലിലും എമ്മിലും മാത്രമേ എന്തുള്ളൂ? ഇലക്ട്രോൺസ് ഉള്ളൂ. അപ്പോൾ കെ എന്ന് പറയുന്ന ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്?
രണ്ടെണ്ണം. അപ്പോൾ രണ്ടെണ്ണം ഞാൻ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? 2 ഡോട്ട് റെപ്രസെൻറ്റ് ചെയ്യും കേട്ടോ. ഇത് കണ്ടാൽ മനസ്സിലാക്കണം ഇലക്ട്രോൺസ് ആണെന്നുള്ളത്. ഇനി കെയിൽ 2 കഴിഞ്ഞാൽ പിന്നെ എവിടെയുള്ളത്? എല്ലിൽ എത്ര ഉണ്ട്? എല്ലിൽ 8 ഉണ്ട്. എല്ല് കംപ്ലീറ്റ്ലി ഫുള്ളാണ് അല്ലേ? ഫുള്ളാണ്, ഫിൽഡാണ്. സോ 2 ഇവിടെ വന്നു, ഇവിടെ 2 വന്നു, അപ്പോൾ ടോട്ടൽ 4 ആയി. ദെൻ ഇവിടെ വന്നു 2, അപ്പോൾ 6 ആയി. ദെൻ ഇവിടെ 2 വന്നു, അപ്പോൾ എത്ര വന്നു? 8 വന്നു. അപ്പോൾ 2 8 കഴിഞ്ഞു. ഇനി എന്തുണ്ട്? 1 മോർ ഷെൽ. എമ്മിലും കൂടി എന്തുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്. എമ്മിൽ ഹൗ മെനി ഇലക്ട്രോൺസ്? 6 ഇലക്ട്രോൺസ്. അപ്പോൾ നമുക്കത് റെപ്രസെൻറ്റ് ചെയ്യാം. എങ്ങനെ വരയ്ക്കും? വരച്ചു ഞാനിങ്ങനെ 1 ഇവിടെ വരച്ചു, 2 ഇവിടെ വരച്ചു, 3 ഇവിടെ വരച്ചു, 4 ഇവിടെ വരച്ചു, 5 ഇവിടെ വരച്ചു, ദെൻ 6. അപ്പോൾ ഇതെന്തിൻ്റെയാണ്? ഇപ്പോൾ ഈ പറഞ്ഞ ആറ്റത്തിൻ്റെ ബോർ മോഡലാണ്. എങ്ങനെയാണ് ബോർ മോഡൽ വരയ്ക്കുക എന്നുള്ള കാര്യം കിട്ടിയോ? ഇനിയുള്ള ക്വസ്റ്റ്യൻസിലും ഇതേപോലെ ബോർ മോഡൽ വരയ്ക്കാൻ വരുന്നുണ്ട്. അതേപോലെ എക്സാമിന് വന്നാൽ എന്ത് ചെയ്യണം? ഈ ഐഡിയ ഉപയോഗിച്ച് വരയ്ക്കണം കേട്ടോ. അപ്പോൾ മക്കൾ ആദ്യം പഠിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയോ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അറിയേണ്ട ഒരു കാര്യമാണ് എന്ത്? KLMN. ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും എന്നുള്ള കാര്യം കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. അതിനുള്ള ഫോർമുലയാണ് എന്ത്? 2n² എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ വരുന്നുണ്ട്. ഇതാ വരുന്നു കേട്ടോ. ഇതാ ഇത് സൾഫറാണ്, അതുകൊണ്ട് ഞാൻ സൾഫറായിട്ടൊന്ന് കൊടുത്താണ് കേട്ടോ. ആറ്റം നമ്പർ 16 ആയതുകൊണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് വരാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേടാ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണം എഴുതണം എന്നുള്ളത്. ഇതാ അതാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നോക്കിയാൽ ഇപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രോട്ടോണിൻ്റെ എണ്ണവും ന്യൂട്രോണിൻ്റെ എണ്ണവും എഴുതണം കേട്ടോ. 16ഉം ഇതിൽ. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മാസ് നമ്പർ എത്ര വരും? ഓൾറെഡി തന്നിട്ടുണ്ട്. എന്നാലും ഫ്രം ദിസ് ഡയഗ്രാം എങ്ങനെ കണ്ടുപിടിക്കാം? ശിവനും ശക്തിയും ചേർന്നാൽ മാസ് ഡാ. കേട്ടിട്ടുണ്ടോ? ശിവനും ശക്തി ആരാണ്? പ്രോട്ടോണും ന്യൂട്രോണാണെന്ന് കൂട്ടിക്കോ. 16 + 16 16 + 16 എത്രയാണ്? 32. അതെല്ലാം തന്നിരിക്കുന്നത് ഇവിടെ മാസ് നമ്പർ 32 എന്നുള്ളത്. അപ്പോൾ ഇതേ രീതിയിൽ വേണം ഈ ചോദ്യങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ അല്ലേ? ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇലക്ട്രോൺസ് ആർ പ്രസന്റ് ഇൻ ദ K, L ആൻഡ് M ഷെൽസ് ഓഫ് ആൻ ആറ്റം. ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഒരു ആറ്റത്തിൻ്റെ കെയിലും എല്ലിലും എമ്മിലൊക്കെ എന്തുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറയുന്നത്. അതായത് കെയിൽ ഇലക്ട്രോൺ ഉണ്ട്, എല്ലിൽ ഇലക്ട്രോൺ ഉണ്ട്, എമ്മിൽ ഇലക്ട്രോൺ ഉണ്ട്, എന്നാൽ എന്നിൽ ഇല്ല. അപ്പോൾ മനസ്സിലായി എന്താണ്? ആദ്യത്തെ 3 ഓർബിറ്റുകളിൽ എന്തുള്ളൂ? ഇലക്ട്രോൺസ് ഉള്ളൂ. ഇതാണ് നമ്മുടെ കണ്ടീഷൻ കേട്ടോ. അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ വിച്ച് ഓഫ് ദീസ് ഷെൽസ് ഹാസ് ദ ഹയസ്റ്റ് എനർജി? ഷെല്ലുകളിൽ ഏറ്റവും ഊർജം കൂടിയ ഷെൽ ഏതാണ്? ഈ ഒരു കാര്യം നിങ്ങൾ പ്ലസ് ശ്രദ്ധിച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ന്യൂക്ലിയസ് ഇതാണ്. ന്യൂക്ലിയസിൻ്റെ അടുത്തുള്ള ഷെല്ലാണ് ഫസ്റ്റ് 1 എന്ന് പറയുക. അത് നമ്മൾ K ഷെൽ എന്ന് പറയും. K കഴിഞ്ഞാൽ രണ്ടാമത് വരുന്ന ഷെല്ലാണെന്ത്? നമ്മുടെ L ഷെൽ എന്ന് പറയുന്നത്. മൂന്നാമത് വരുന്ന ഷെല്ലാണെന്ത്? നമ്മുടെ M ഷെൽ എന്ന് പറയുക. ഇത് ഇങ്ങനെയാണ് അറേഞ്ച്മെൻറ്റ് പോകുന്നത്. അപ്പോൾ നമ്മൾ ക്ലാസ് റൂമിലാണെങ്കിൽ ഉണ്ടല്ലോ മക്കളെ, ഫസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന കുട്ടികൾ ദേ ആർ നിയറർ ടു ദ ടീച്ചർ. ടീച്ചറെ അടുത്തിരിക്കുന്ന കുട്ടികളുടെ പ്രത്യേകത എന്തായിരിക്കും? അടങ്ങി ഒതുങ്ങി നല്ല സൈലൻ്റായിട്ട് ഇരിക്കും അല്ലേ? കാരണം എന്തുകൊണ്ടാണ്? തൊട്ടടുത്ത് ടീച്ചറുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ. തൊട്ടടുത്ത് ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ ഈ ന്യൂക്ലിയസിൻ്റെ അടുത്തിരിക്കുന്ന ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, അവർ ഭയങ്കര സൈലൻറ്റ് നല്ല കുട്ടികളായിരിക്കും. ഐ മീൻ എനർജി കുറവായിരിക്കും. എനർജി കുറഞ്ഞ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ടീമുകളായിരിക്കും. എവിടെയുള്ളവർ? ഈ ഫസ്റ്റ് ഓർബിറ്റിലുള്ള ആൾക്കാർ. എന്നാൽ ക്ലാസ്സിൽ തന്നെ ഫസ്റ്റ് ബെഞ്ചിൽ നിന്ന് ലാസ്റ്റ് ബെഞ്ചിക്ക് പോകും തോറും നിങ്ങൾക്കൊരു ടോക്ക് ഉണ്ടല്ലോ, ലാസ്റ്റ് ബെഞ്ച് അല്ല, ലാസ്റ്റ് ബെഞ്ച് ബോയ്സ് ആൻഡ് ഗേൾസ് എന്നൊക്കെ ലാസ്റ്റ് ബെഞ്ചേഴ്സ് എന്ന് പറയും അല്ലേ? ആ ലാസ്റ്റ് ബെഞ്ചേഴ്സിൻ്റെ പ്രത്യേകത എന്താ? അവർ ഭയങ്കര ഹൈലി എനർജറ്റിക് ആയിരിക്കും. എന്തുകൊണ്ടാണ്? ടീച്ചറുടെ ശ്രദ്ധ കുറച്ച് കുറവാണെന്നാണ് അവർ വിചാരിക്കുന്നത് അല്ലേ? പക്ഷേ ടീച്ചർമാരെന്താ ചെയ്യാറെന്ന് അറിയോ? ആദ്യം നോക്കുക ലാസ്റ്റ് ബെഞ്ചേഴ്സിനെയാണ്. ഞാനൊക്കെ അങ്ങനെയായിരുന്നു. ഓക്കെ, അപ്പോൾ നോക്കിയടാ. അപ്പം നമ്മുടെ ഈ കേസിൽ ന്യൂക്ലിയസിൻ്റെ അടുത്തുള്ള ആൾക്ക് എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ? എനർജി കുറവായിരിക്കും. ന്യൂക്ലിയസിൽ നിന്ന് അകന്ന് പോകും തോറും എനർജി കൂടിക്കൊണ്ടിരിക്കും. ആരുടെ? ഇലക്ട്രോണുകളുടെ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ KLM ഷെല്ലുകളിൽ ഏറ്റവും എനർജി കൂടുതൽ ആർക്കായിരിക്കും? Kക്കാണോ? എല്ലിനാണോ? എമ്മിനാണോ? ആർക്കായിരിക്കും? എമ്മിനായിരിക്കും. കാരണം M ആണ് ഈ തന്നിരിക്കുന്ന ഷെല്ലുകളിൽ വെച്ചിട്ട് ന്യൂക്ലിയസിൽ നിന്നും കുറച്ച് അകലെ ഉള്ളത് കേട്ടോ. അപ്പോൾ അത് പഠിച്ചു ആൻസർ എന്താണ്? ആൻസർ വരുന്നത് M ആയിരിക്കും ആൻസർ കേട്ടോ. M ഷെല്ലായിരിക്കും വരുന്നത്. കാരണം K ന്യൂക്ലിയസിൻ്റെ അടുത്താണ്, അതിനേക്കാളും കുറച്ച് അകലെയാണ് L, അതിനേക്കാളും അകലെയാണ് M വരുന്നത്. ഇപ്പോൾ തന്നിരിക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും അകലെ ആരാ? M ആണ്. സോ എമ്മിനാണ് എന്ത് കൂടുതൽ? ഇവിടത്തെ എനർജി കൂടുതൽ കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതൊരു കണ്ടീഷനാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു KLM 3 ഷെല്ലുകൾ പറഞ്ഞു അല്ലേ? ഈ 3 ഷെല്ലുകളിലും ഇലക്ട്രോൺ ഉണ്ടെന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ പറഞ്ഞു എന്താണ്? എനർജി കൂടുതൽ എമ്മിനാന്ന് പറഞ്ഞു. ഇപ്പോൾ തന്നിരിക്കുന്ന കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. എമ്മിൽ 3 ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എമ്മിൽ 3 ആണ് വരുന്നത്. അപ്പോൾ കെയിലും എല്ലിലും എത്രയാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് എഴുതി കൂടെ അല്ലേ? എങ്ങനെയാണെന്നറിയോ? കെയിൽ മാക്സിമം 2 കൊള്ളും,
എല്ലിൽ മാക്സിമം 8 കൊള്ളും. അപ്പോൾ 2, 8, 3 ആയിരിക്കും വരാമെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ചോദ്യം എന്താ നോക്കാം നമുക്ക്. ഇതാ ഓക്കേടാ, എം കണ്ടെയ്ൻസ് 3 ഇലക്ട്രോൺസ്, അപ്പോൾ കെയിൽ 2, എല്ലിൽ 8. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാം മക്കളെ, ആറ്റോമിക് നമ്പർ എന്തായിരിക്കും ആറ്റം കണ്ടുപിടിക്കാം? ആറ്റത്തിൻ്റെ ആറ്റോമിക് നമ്പർ കണ്ടുപിടിക്കും. ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ ഈ പറഞ്ഞ KLM, അതായത് ആറ്റോമിക് നമ്പർ എത്രയായിരിക്കും, അതാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ട, ആറ്റോമിക് നമ്പർ എത്രയായിരിക്കും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഈ 283 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. കെയിൽ 2 ഇലക്ട്രോൺ, എല്ലിൽ 8 ഇലക്ട്രോൺ, എമ്മിൽ 3 ഇലക്ട്രോൺ. ആറ്റോമിക് നമ്പർ എന്താ സംഭവം? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ, അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലേ. അപ്പോൾ കെയിൽ 2 എണ്ണം ഉണ്ട്. ഓക്കെ, 2 ആയി. എല്ലിൽ 8 എണ്ണം ഉണ്ട്. സോ ടോട്ടൽ എത്രയായി? 10 ആയി. എമ്മിൽ 3 എണ്ണം ഉണ്ട്. അപ്പോൾ എത്രയായി? 10 + 3 13. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആറ്റം നമ്പർ എത്രയാണെന്ന് പറയാം? 13 എന്ന് പറയാം കേട്ടോ. ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് എന്ത്? 2 + 8 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 13. അങ്ങനെയാണെങ്കിൽ ആറ്റോമിക് നമ്പർ എത്രയായിരിക്കും വരിക? 13 തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് എന്ത്? ആറ്റോമിക് നമ്പർ എന്നുള്ള കാര്യം മറക്കരുത്. ഓക്കെ, ദെൻ ഇതിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദിസ് ആറ്റം? സിമ്പിൾ ക്വസ്റ്റ്യൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിച്ചാണല്ലോ, എന്നാൽ ചുമ്മാ ചോദിച്ചു കേട്ടോ. 13 ആണ്. ഓക്കെ, അറിയാവുന്ന കേസാണ് നമുക്ക്. ഇതാ 13. ഓക്കെ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഇതാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയടാ, ഇഫ് ദ ന്യൂക്ലിയസ് ഓഫ് ദിസ് ആറ്റം കണ്ടെയ്ൻസ് 16 ന്യൂട്രോൺസ്, വാട്ട് ഈസ് ദ മാസ് നമ്പർ? ഇവിടെ ടിസ്റ്റായില്ല ചോദ്യത്തിൽ. നമ്മുടെ കയ്യിലുള്ള ആറ്റത്തിൽ ആറ്റോമിക് നമ്പർ നമ്മൾ കണ്ടുപിടിച്ചു. ഇത് സെയിം ക്വസ്റ്റ്യൻ ആണ്, കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ നമുക്കറിയാം എന്ത്? Z ഈക്വൽ ടു വരുന്നത്? Z ഈക്വൽ ടു നമ്മുടെ ക്വസ്റ്റ്യനിൽ Z ഈക്വൽ ടു നമ്മൾ കണ്ടുപിടിച്ചു 13 ആണ്. പിന്നെ അത് തന്നിരിക്കുന്നത് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇസ് ഈക്വൽ ടു 16 ആണ്. വാട്ട് ഈസ് A? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ആറ്റോമിക് മാസ് എന്താണെന്ന്. ആറ്റോമിക് മാസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഞാൻ പറഞ്ഞു തന്നിരുന്നില്ലേ? എന്താണ്? ശിവനും ശക്തിയും ചേർന്നാൽ മാസ് എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ A സിഗിൾഡ് എന്ത് വരാമെന്നറിയോ? ശിവനും ശക്തിയും ചേരട്ടെ അങ്ങോട്ട് N + P എന്ന് പറയും. N എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് ന്യൂട്രോണിൻ്റെ എണ്ണം 16 ആണല്ലേ, 16 പ്ലസ് ദെൻ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. നമുക്കൊരു കാര്യം അറിയാം, പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും തുല്യമായിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആറ്റോമിക് നമ്പർ എന്ന് പറയുക. അപ്പോൾ ഇലക്ട്രോൺ തന്നിട്ടില്ലേ? Z 13 ആണ്. അപ്പോൾ ഇവർ തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടും? അതായിരിക്കും നമ്മുടെ എന്ത് വരിക? ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിൽ കണ്ടുപിടിക്കാനായിട്ട് പഠിക്കണം. ഓക്കെ, 29 വരും എന്ത്? മാസ് നമ്പർ. ഓക്കെ, അപ്പോൾ ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകുന്നുണ്ട്. ഇതാ ഈ ക്വസ്റ്റിൻ്റെ പ്രത്യേകത, നമ്മൾ നേരത്തെ പറഞ്ഞാലൊക്കെ ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ കൃത്യമായി ശ്രദ്ധിക്കണം. 13p ആൻഡ് 14 ന്യൂട്രോൺസ്. അതിൻ്റെ അർത്ഥം പ്രോട്ടോണുകളുടെ എണ്ണം 13ഉം ന്യൂട്രോണിൻ്റെ എണ്ണം 14ഉമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും മക്കളെ? ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ക്വസ്റ്റ്യൻ ഇതായിരിക്കും. എങ്ങനെ കണ്ടുപിടിക്കാം? മാസ് നമ്പർ കണ്ടുപിടിക്കാം, ആറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാം. ഇതിൽ കണ്ടുപിടിച്ചൂടെ? അപ്പോൾ മാസ് നമ്പർ എത്ര വരുന്നത്? N + P, അതായത് 13 + 14 27 അല്ലേ. Z എത്രയായിരിക്കും വരാം? ആറ്റം നമ്പർ 3 ആണ്. പ്രോട്ടോണിൻ്റെ എണ്ണം 13 തന്നെ. ഓക്കെ, ഇതാണ് ഇതിന് ഫസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ചോദ്യം നോക്കിക്കോ, വാട്ട് ഈസ് ദ മാസ് നമ്പർ ഓഫ് ദിസ് ആറ്റം? ഈ ആറ്റത്തിൻ്റെ മാസ് നമ്പർ എത്ര? ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. മാസ് തന്നെ കണ്ടുപിടിക്കുക. N + P ഇതാ വരുന്നു. മാസ് നമ്പർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 27 വരും. ഓക്കെ ആണല്ലോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഇറ്റ്സ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഇതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. നമുക്ക് ഓൾറെഡി ഇതിൽ നമ്പർ ഓഫ് പ്രോട്ടോൺ തന്നിട്ടുണ്ട്. പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ എത്രയാണ്? 13 ആണല്ലേ. 13 തന്നിരിക്കുന്നത്. 13 ആണ് പ്രോട്ടോൺ എങ്കിൽ 13 ആയിരിക്കും എന്ത് വരിക? ഇലക്ട്രോണിൻ്റെ എണ്ണം വരുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. നമുക്ക് വേണമെങ്കിൽ ഈ 13 എന്നുള്ള ഐ ഡി ഉപയോഗിച്ച് നമുക്ക് എഴുതാം. അതല്ലെങ്കിൽ ഫ്രം ഡയഗ്രാം ഓൾസോ വി ക്യാൻ റൈറ്റ്. ഡയഗ്രത്തിൽ നോക്കിയാടാ, ഇതാണ് K ഷെൽ അല്ലേ. ഫസ്റ്റ് ഷെല്ല് K ആണ് അല്ലേ. ഓക്കെ, ഫസ്റ്റ് ഷെല്ല് നമ്മുടെ K ആണ്. ഇത് K ഷെല്ലാണ്. ഇത് L ആണ്, M ആണ് അല്ലേ. Kയിൽ എത്ര ഉണ്ട്? ഈ 2 ഇലക്ട്രോൺസ് ഉള്ളൂ. കണ്ടോ? Lൽ നോക്കിയാൽ 2 4 6 8. ഓക്കെ, Mൽ നോക്കിയാൽ 1 2 3. ഇങ്ങനെയും എഴുതാം. അതല്ലെങ്കിൽ 13 ഓൾറെഡി നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എന്ത് എഴുതാൻ പറ്റും? 283 എന്ന് എഴുതാം. എങ്ങനെ വേണമെങ്കിലും ആൻസർ കണ്ടുപിടിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിൽ വേണം ഇതിൻ്റെ ചോദ്യങ്ങൾ ചെയ്യാനായിട്ട്. എളുപ്പമല്ലേ ഇത്? എളുപ്പമല്ലേ? ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെയാണെങ്കിൽ നമുക്ക്
ഇതാ ആൻസർ വന്നിട്ടുണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞ കാരണമായതുകൊണ്ട് ഞാൻ വേഗം പോവുകയാണ് അതിലേക്ക്. ദെൻ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐസോടോപ്പുകളൊക്കെ ഉണ്ടല്ലോ മക്കളെ. ഐസോടോപ്പ് എന്താണ് ഐസോടോപ്പ്? ടോപ്പിൽ ഡിഫറൻറ്റ്. അതായത് നമ്മൾ പാർട്ട് നമ്പർ ഏതാണെങ്കിൽ ഇങ്ങനെ വരില്ല, എക്സ് എ സെഡ് എന്ന് ഞാൻ പറഞ്ഞു ഓൾറെഡി അല്ല ഇങ്ങനെയല്ല റെപ്രസെൻറ്റേഷൻ വരാം. അപ്പോൾ അതിൽ എ എന്ന് പറയുന്ന ആളാരാണ്? മാസ് നമ്പറാണ്. സെഡ് എന്ന് പറയുന്ന ആളാണ്? ആറ്റോമിക് നമ്പറാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഐസോടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിൽ ഡിഫറൻ്റ് ആയിരിക്കും. ജസ്റ്റ് ഐഡിയ പറയുകയാണെങ്കിൽ ഇവിടെ ഞാൻ എക്സ് കൊടുത്തു, കളർ ഓക്കെ അല്ലേ, നമുക്കല്ലെങ്കിൽ വേറെ കളർ എടുത്തല്ലോ അല്ലേ. എക്സ് എടുത്തു, ഇത് ഞാൻ 6 എന്ന് കൊടുത്തു, ഇവിടെ 12 കൊടുക്കുകയാണ്. ഇത് എക്സ് 6 കൊടുത്തു, ഇവിടെ 13 കൊടുത്തു. ഇത് എക്സ് 6 കൊടുത്തു, ഇവിടെ എക്സ് 14 കൊടുത്തു. അപ്പോൾ എന്താ സംഭവം നോക്കിയാടാ, ടോപ്പിൽ ഡിഫറൻ്റ് ആണ്. ടോപ്പിൽ ഡിഫറൻറ്റ് അതായത് മാസ് നമ്പർ ഡിഫറൻ്റ് ആണ്, പക്ഷേ ആറ്റോമിക് നമ്പർ സെയിം ആണ്. ഇങ്ങനത്തെ ആൾക്കാരെ പറയുന്ന പേരാണെന്ത്? ഐസോടോപ്പ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത് ഒരു ചോദ്യമാണ് പഠിച്ചു വയ്ക്കുക, ഐസോടോപ്പ് എന്നാലെന്ന് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കി ഇവിടെ ഇതാ തന്നിട്ടുണ്ട് കേട്ടോ. നോക്കി അതൊക്കെയാണ് Mg മഗ്നീഷ്യം ഉണ്ട്, കാർബൺ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, കാർബൺ ഉണ്ട്, സോഡിയം ഉണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ ചോദ്യം ഒന്ന് നോക്കിയാൽ സെലക്ട് എ പെയർ ഓഫ് ഐസോബാർസ് ഫ്രം ദ ഗിവൺ എലമെന്റ്സ്. നേരെ തിരിച്ചു വരണം വന്നു അല്ലേ. അപ്പോൾ ഞാൻ ഐസോടോപ്പ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ? ഒന്നുകൂടി പറയുകയാണെങ്കിൽ എക്സ് എടുത്തിട്ട് ഇവിടെ 6 ആണ്, ഇവിടെ 6 ആണ്, ഇവിടെ 6 ആണ്, ഇവിടെ 12, 13, 14 എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് സംഭവിച്ചു? മാസ് നമ്പർ ഡിഫറൻ്റ് ആണ്, ആറ്റം നമ്പർ സെയിം ആണ്. അതാണ് ഐസോടോപ്പ് എന്ന് പറയാം. ഐസോ ബാർ എന്ന് പറഞ്ഞാൽ ബാർ അടിയിൽ നേരെ തിരിച്ചു വരും. അതായത് എക്സ് എന്ന് പറയുന്ന ആൾ ഇവിടെ 6 ആണ്, ഇവിടെ 12 ആണെന്ന് കരുതാം. ജസ്റ്റ് പറയുന്നു. അടുത്ത എക്സിൻ്റെ ഇവിടെ 7 ആയിരിക്കും, ഇവിടെ 12 ആയിരിക്കും. അടുത്തെടുക്കുകയാണെങ്കിൽ ഇവിടെ എക്സ് 8 ആയിരിക്കും, ഇവിടെ 12 ആയിരിക്കും. ഇതാണ് ഐസോ ബാർ എന്ന് പറയുന്നത്. വ്യത്യാസം മനസ്സിലായി ഇപ്പോൾ? അതായത് ആറ്റം നമ്പർ ഡിഫറൻറ്റും മാസ് നമ്പർ സെയിം ആയിരിക്കും. അതാണ് ഐസോ ബാർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മക്കൾ വേഗം കണ്ടുപിടിച്ചോ ആരാണ് ഇതിൽ ഐസോ ബാർ എന്നുള്ളത്. കണ്ടുപിടിച്ചോളൂ, നിങ്ങൾക്ക് വേഗം കണ്ടുപിടിച്ചോ. ഓക്കെ ദ ആൻസർ വരുന്നു കണ്ട, Mgയും Na-യും. കാരണം ഇതിൻ്റെ ആറ്റം നമ്പർ ഡിഫറൻ്റാണ്. ഇവിടെ 12 ആണ്, രണ്ടാമത്തേൽ 11 വരുന്നത് അല്ലേ. പക്ഷേ മാസ് നമ്പർ നോക്കിയാൽ സെയിം അല്ലേ വരുന്നത്, 24. സോ ഇതാണ് ഐസോബാർ. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഇതേ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, അതായത് ഐഡിയ ഇത്രയേ ഉള്ളൂ. ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ ടോപ്പിൽ ഡിഫറൻ്റ് ആയിരിക്കും. ഐസോബാർ എന്ന് പറഞ്ഞാൽ അടിയിൽ ഡിഫറൻ്റ് ആയിരിക്കും. അടിയിൽ മീൻസ് ആറ്റം നമ്പർ ഡിഫറൻ്റ് ആയിരിക്കും എന്നർത്ഥം കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിൻ്റെ തന്നെ ഐസോടോപ്പുകളെ സെലക്ട് ചെയ്യണം. എന്തായിരിക്കും ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എന്താണ്? സെയിം ആറ്റോമിക് നമ്പർ അല്ലേ. അപ്പം നോക്കിയാൽ ഇവിടെ 6 ആണ്, ഇവിടെ 6 ആണ്, ആറ്റം നമ്പർ സെയിം ആണ്. പക്ഷേ മാസ് നമ്പർ 12ഉം ഇവിടെ 14 ആയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടല്ലേ വരുന്നത്, വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ആൻസർ വന്നു. എന്താണ് ഐസോടോപ്സ് ആരൊക്കെയാണ്? കാർബൺ 12, കാർബൺ 14 ഐസോടോപ്സ്. ഇനി വൺ മോർ ക്വസ്റ്റ്യൻ അതിൻ്റെ കൂടെയുണ്ട്, റീസൺ എന്തുകൊണ്ട് സെലക്ട് ചെയ്തു നോക്കിയാൽ. അപ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോ. ഐസോടോപ്സ് ആർ ഡിഫറെൻറ്റ് ആറ്റംസ് ഓഫ് ദ സെയിം എലമെന്റ് ഹാവിങ് ദ സെയിം ആറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പർ. ഇവിടെ ഡിഫറെൻറ്റ് ആറ്റംസ് ഓഫ് ദ സെയിം എലമെന്റ് എന്ന് പറഞ്ഞിട്ടില്ലേ, എന്താ സംഭവം എന്നുണ്ടെങ്കിൽ ഇവിടെ C6 എഴുതി, രണ്ടും കാർബണിൻ്റെ തന്നെ എലമെൻറ്റ്സ് ആണ് ഇത് വരുന്നത്. ഇവിടെ പക്ഷേ എന്ത് മാറി? 12ഉം 14 ആയി. ഓക്കെ, സെയിം എലമെൻറ്റ് തന്നെ പക്ഷേ ഡിഫറെൻറ്റ് ആറ്റംസ് നടത്തും. എലമെൻറ്റ് എങ്ങനെ മാറുന്നത്? ആറ്റോമിക് നമ്പർ മാറില്ല, എന്ത് മാറുള്ളൂ? എലമെൻറ്റ് മാറുള്ളൂ കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ പഠിച്ചു വയ്ക്കണം. ഐസോടോപ്പും ഐസോബാറും സെലക്ട് ചെയ്യാനൊരു ചോദ്യം ഉണ്ടായിരിക്കും, റീസണും പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇതാ വരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെരി സിമ്പിൾ ആണ്. മാച്ച് ദ ഫോളോയിങ്. അതായത് ഇത് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ എക്സ്പെരിമെൻറ്റുകളാണ് പഠിച്ചെന്നുള്ള കാര്യം, ആരാണ് കണ്ടക്ട് ചെയ്തെന്നുള്ള കാര്യം കൂടി കൃത്യമായി മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. പ്ലം പുഡിംഗ് മോഡൽ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം തന്നിട്ടുണ്ട്, കനാൽ റേസ് തന്നിട്ടുണ്ട്. ബിയിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാൽ റുദർഫോർഡ്, ഗോൾഡ്സ്റ്റീൻ, ജെ തോംസൺ. ഇത് ഓരോ എക്സ്പെരിമെൻറ്റുകളും ആരാണ് കണ്ടക്ട് ചെയ്തെന്നുള്ളതാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ ഞാൻ പെട്ടെന്ന് പറഞ്ഞേക്കാം, കാരണം കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അല്ലേ. പ്ലം പുഡിംഗ് മോഡൽ ജെ തോംസൺ ആണ് കേട്ടോ. അതേപോലെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം റുദർഫോർഡ്. എന്താണ്? ന്യൂക്ലിയസിന് ചുറ്റിലും ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നത് ഏതുപോലെയാണെന്ന് പറഞ്ഞു? സൂര്യന് ചുറ്റിലും പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നത് പോലെയാണെന്ന് ആര് പറഞ്ഞു? റുദർഫോർഡ് പറഞ്ഞു കേട്ടോ. കനാൽ റേസ് ഗോൾഡ്സ്റ്റീൻ ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The atomic number and mass number of an element are
15 and 31 respectively. Okay, so that means Z is equal to 15. Atom number 15 ആണ്, mass number 31 ആണ്. Okay, എന്താണ് question? What is the number of valence electrons in this atom? ഈ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ആറ്റം നമ്മളിപ്പോൾ ബോർ മോഡൽ പറഞ്ഞില്ലേ, ആ ബോർ മോഡലിൽ ഏറ്റവും പുറമെയുള്ള ഷെല്ലിൽ വരുന്ന ഇലക്ട്രോണിനെയാണ് വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയാം, ഔട്ടർമോ ഷെല്ലിലെ ഇലക്ട്രോൺ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി നോക്കണം. അപ്പോൾ ആറ്റം നമ്പർ 15 ആണെങ്കിൽ എങ്ങനെ എഴുതാം കോൺഫിഗറേഷൻ? 2, 8, 5 എന്ന് എഴുതാം. ഇപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഏതാണ് വാലൻസ് ഇലക്ട്രോൺ? 5 ആണ് വരുന്നത് അല്ലേ? അപ്പോൾ ആൻസർ ജസ്റ്റ് കണ്ടോളൂ. ആറ്റം നമ്പർ 15, ദാറ്റ് മീൻസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? 2, 8, 5. വാലൻസ് ഇലക്ട്രോൺ എത്ര ആയിരിക്കും വരാം? 5 ആയിരിക്കും കേട്ടോ. അപ്പോൾ പഠിക്കുക. ദെൻ ഇതിൻ്റെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൗ മെനി ന്യൂട്രോൺസ് ആർ പ്രസൻറ്റ് ഇൻ ദിസ് ആറ്റം? ഞാൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞു തന്നിരുന്നു അല്ലേ, AZ ആണെങ്കിൽ ന്യൂട്രോൺസ് കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇസിക്കൽ ഫോർമുല A - Z. ഇവിടെ A എത്രയാണ്? 31 അല്ലേ, 31 അല്ലേ, ആറ്റം നമ്പറോ 15. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 31 - 15 ദാറ്റ് ഇസ് ഇക്വൽ ടു ആൻസർ വരും 16 എന്ന ആൻസർ വരും കേട്ടോ. 16 എന്ന് വരും. ഇതാ വരുന്ന ആൻസർ. ഇതാണ് എന്ത്? നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഐഡിയ എന്തായാലും മനസ്സിൽ വേണം. അതായത് മാസ് നമ്പർ മൈനസ് ആറ്റം നമ്പർ ആണ് എന്ത്? നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്നുള്ള കാര്യം. ഓക്കെ ആണല്ലോ അല്ലേ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഓർബിറ്റ്. അതായത് നമ്മുടെ ബോർ മോഡൽ വരയ്ക്കുക. ഡ്രോ ദ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദിസ് ആറ്റം. എങ്ങനെ വരയ്ക്കാം? ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, 2, 8, 5 ആണ് കോൺഫിഗറേഷൻ വരുന്നത് അല്ലേ? അപ്പോൾ എന്ത് വേണമെന്നറിയോ? ഫസ്റ്റ് ഷെൽ കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ വരയ്ക്കണം, എല്ലിൽ 8 എണ്ണം വരയ്ക്കണം, എമ്മിൽ 5 എണ്ണം വരയ്ക്കണം. ഓക്കെ, ഇതാ വരുന്ന ആൻസർ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എത്ര പ്രോട്ടോൺ ഉണ്ട്, എത്ര ന്യൂട്രോൺ ഉണ്ട് എന്നുള്ള കാര്യം റെപ്രസെൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഷെൽ എന്താണ്? കെ ഷെല്ലാണ്. കെയിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നോക്കിയാൽ കെയിൽ ഉള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം 2 ആണ്, എല്ലിൽ 8 എണ്ണം ഉണ്ടായിരിക്കും, എമ്മിൽ 5 എണ്ണം ഉണ്ടായിരിക്കും കേട്ടോ. ഔട്ടർ മോസ്റ്റ് എല്ലിൽ 5 എണ്ണം ഉണ്ടായിരിക്കും. ഇതേ രീതിയിലാണ് ബോർ മോഡൽ വരയ്ക്കേണ്ടത്. എന്തായാലും എക്സാമിന് ഒരു ചോദ്യം ഉറപ്പാണ് കേട്ടോ. ഓക്കെ, ദെൻ വീണ്ടും നമ്മുടെ ഐസോട്ടോപ്പിൻ്റെ ബേസ് ചെയ്തുള്ള ചോദ്യമാണ്. ഐസോട്ടോപ്പ് ഓഫ് ആൻ എലമെൻറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ ഏജ് ഓഫ് ഫോസിൽസ്. അതായത് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഐസോട്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ട്. വിച്ച് ഈസ് ദിസ് ഐസോട്ടോപ്പ്? ഏതാണ് ഐസോട്ടോപ്പ്? എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ? ഏതാ? കാർബൺ 14 ഐസോട്ടോപ്പ് കേട്ടോ. അതായത് ഇങ്ങനെ വരും, നമ്മുടെ C6 ഇങ്ങനെ വരും കേട്ടോ. C614 ഇതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. കാർബൺ 14 ഐസോട്ടോപ്പാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ അതിൽ തന്നെ സബ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ അതർ 2 മെയിൻ ഐസോട്ടോപ്സ് ഓഫ് ദിസ് എലമെൻറ്റ്? ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യമാണ്, അതിന് പെട്ടെന്ന് ആൻസർ വന്നേക്കാം. എന്താണ്? കാർബൺ 12 ഐസോട്ടോപ്പും കാർബൺ 13 ഐസോട്ടോപ്പും. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിക്കാം. റൈറ്റ് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ ഈച്ച് ഐസോട്ടോപ്പ്. എഴുതി കൂടെ നിങ്ങൾക്ക് ഏതൊക്കെ ഐസോട്ടോപ്സ് വരുന്നത്? C6 12ഉം C6 13ഉം C6 14ഉം. എങ്ങനെയാണ് നമ്മൾ ന്യൂട്രോൺ എണ്ണം കണ്ടുപിടിക്കുക? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, മാസ് നമ്പറിൽ നിന്ന് ആറ്റം നമ്പർ കുറയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ എത്ര വരും? 6 ആയിരിക്കും വരാം അല്ലേ? കാരണം 12 - 6 എത്രയാ? 6 ആണ്. രണ്ടാമത്തെ 13 - 6 എത്ര വരും? 7 വരും അല്ലേ? അടുത്ത എന്ത് വരും? 8 വരും. ഇതാണെന്ത്? ന്യൂട്രോണുകളുടെ എണ്ണം വരുന്നത് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ കണ്ടുപിടിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യം? അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്താണ് ഇതിൽ 6, 7, 8 എന്ന് പറഞ്ഞു? ഈ ഐസോടോപ്പ് ഞാൻ പറഞ്ഞു, ഐസോ ബാർ പറഞ്ഞു. ഇവരുടെ കൂട്ടത്തിൽ മൂന്നാമത്തെ ഒരാളുണ്ട്, മൂന്നാമനുണ്ട്, അത് ഐസോടോൺ എന്ന് പറയും. ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ ന്യൂട്രോണിൻ്റെ എണ്ണം ഉണ്ടല്ലോ, ചില ആറ്റങ്ങളുടെ കേസിൽ, ചില ആളുകളുടെ കേസിൽ ന്യൂട്രോണുകളുടെ എണ്ണം സെയിം ആയിട്ട് വരും. ആ കേസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസോടോൺ എന്ന് പറയുന്നത്. അത് ജസ്റ്റ് നോക്കി വെക്കണം എന്തായാലും. ഇപ്പോൾ തന്ന ക്വസ്റ്റ്യൻസിൽ അതില്ല, പക്ഷേ എന്തായാലും പഠിക്കണം കേട്ടോ. ഓക്കെ, ഇതാ ഇനി നെക്സ്റ്റ് ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ഇത് മാസ് നമ്പർ 1. നമുക്കറിയാം ഇലക്ട്രോൺ 1 ആണ് ഹൈഡ്രജനുള്ളത് അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം? H എഴുതി, മാസ് നമ്പർ 1 ആണ്, 1 എഴുതി. ഇതേ ഞാൻ ഇവിടെ എഴുതാം H1, ആറ്റം നമ്പർ 1. ഇതൊരു ഐസോടോപ്പാണ്. രണ്ടാമത്തത് ഹൈഡ്രജൻ എഴുതി, അതിൻ്റെ മാസ് നമ്പർ എത്രയാണ് വരുന്നത്? 2 ആണ്. മാസ് നമ്പർ മുകളിൽ 2 വരും, ആറ്റം നമ്പർ എത്രയാണ്? 1 ആണ്. കാരണം ഒരേ എലമെൻറ്റ് തന്നെയാണ്, അപ്പോൾ എന്ത് മാറില്ല? ആറ്റം നമ്പർ മാറില്ല, ഇലക്ട്രോൺ എണ്ണം മാറുന്നില്ല.
ഇനി മൂന്നാമത്തെ ആളെടുത്തു. അപ്പോൾ എന്ത് വരും? മാസ് നമ്പർ 3 ആണ് വരുന്നത്. മാസ് നമ്പർ 3 ആണ് വരുന്നത്. 3 മുകളിൽ എഴുതി, ഇങ്ങനെ എഴുതി. ഈ 3 പേരും എന്താണ്? ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളാണ് കേട്ടോ. ഓക്കെ, ഡ്യൂട്ടീരിയം, ട്രിഷിയം എന്ന് പറയും. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. ഈ 3 എന്താണ്? ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളാണ്. അപ്പോൾ ഇതിൻ്റെ ബേസിൽ ഒരു ചോദ്യമുണ്ട്, ശ്രദ്ധിച്ച് കാണാം. ദ ഐസോട്ടോപ്പ് ഓഫ് എൻ എലമെൻറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് ഹെവി വാട്ടർ. അതായത് നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടേഴ്സിലൊക്കെ നമ്മുടെ ന്യൂട്രോൺസിൻ്റെയും അതുപോലെ മറ്റേ യുറേനിയം 235 ആണ് നമ്മൾ ഇതിൽ ന്യൂക്ലിയർ റിയാക്ടറിലൊക്കെ ഇന്ധനമായിട്ട് അല്ലെങ്കിൽ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ്റെ റേറ്റിനെ കൂട്ടാനും കുറയ്ക്കാനൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്ന പറയും? ഹെവി വാട്ടർ ഉപയോഗിക്കും. D2 എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് ദ നെയിം ഓഫ് ദിസ് ഐസോട്ടോപ്പ്. ഏത് ഐസോട്ടോപ്പാണ് ഉപയോഗിക്കണം എന്നുള്ളത് ചോദിച്ചിരിക്കുന്നത്. അതിലെ ബി ക്വസ്റ്റ്യൻ നോക്കിയാൽ റൈറ്റ് ദ നെയിംസ് ഓഫ് അതർ 2 ഐസോട്ടോപ്പ് ദിസ് എലമെൻറ്റ്. അതായത് ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് D2 ആണ് വരുന്നത് കേട്ടോ. D2O ആണ് വരുന്നത്. ഓക്കെ, സോ D2O അതായത് നമ്മുടെ ഈ രണ്ടാമത്തെ ആൾ, ഇയാളെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഇതാണ്, റൈറ്റ് ദ നെയിം ഓഫ് ദിസ് ഐസോട്ടോപ്പ്. അതായത് നമ്മുടെ ഹെവി വാട്ടർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? D2 ആണ്. അതായത് സെക്കൻഡ് ഐസോട്ടോപ്പ്, ഡ്യൂട്ടീരിയം എന്ന് പറയും കേട്ടോ. അതിൽ ബി ക്വസ്റ്റ്യൻ നോക്കിയാൽ റൈറ്റ് ദ നെയിം ഓഫ് അതർ 2 ഐസോട്ടോപ്പ് ദിസ് എലമെൻറ്റ്. ഏതാണ്? നമ്മുടെ പ്രോട്ടിയം, ട്രിഷിയം. ഓക്കെ, ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഐസോട്ടോപ്പ് എമംഗ് ദീസ് ഹാസ് മാസ് നമ്പർ 3. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. മാസ് നമ്പർ 3 ഉള്ളത് ആരാ? ഇയാൾ, മൂന്നാമത്തെ ആൾ ട്രിഷിയം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ആൻസർ വരുന്നത്. നോക്കി നോക്കിയാൽ ഡ്യൂട്ടീരിയം, പ്രോട്ടിയം, ട്രിഷിയം ആൻഡ് ലാസ്റ്റ് വൺ ട്രിഷിയം. ഓക്കെ മക്കളെ, അപ്പോൾ ഈ പറഞ്ഞതെല്ലാം തന്നെ എന്താണ്? നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആറ്റം ഫസ്റ്റ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. നമ്മൾ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിച്ചത്, അതിൽ നിന്ന് എല്ലാ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പഠിച്ചാൽ എന്ത് ചെയ്യണം? മാർക്ക് വാങ്ങണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.